പാണ്ടിപ്പടയിലെ കറുപ്പയ്യ എന്ന് പറയുന്ന കഥാപാത്രല്ലേ, പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാ ശരിക്കും. ഭയങ്കര അണ്ണൻതമ്പിയിൽ അങ്ങനത്തെ ക്യാരക്ടർ തന്നെ. ഗുണ്ട സംഘം ഉണ്ട്, സ്വന്തമായിട്ട് സംഘവും ഗുണ്ടയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ല, അത്രയും വില്ലനായിട്ട് നിന്നിട്ട് ദിലീപേട്ടൻ മറ്റേ തിരിച്ച് ഹിന്ദിയിലോ മറ്റേ സംസാരിച്ച് പറയുമ്പോ തിരിച്ച് ഇപ്പറോടെ കറങ്ങി നവീട് കണ്ടു വണ്ടി എടുക്കട്ടെ മോളെ, പുള്ളി തകർന്നു പോകും അവിടെ. വില്ലനീസൊക്കെ പോയി കൊണ്ടുണ്ട്. പിന്നെ ഞാൻ ചില ഏതൊരു പടത്തിലെ അദ്ദേഹത്തിന്റെ ഞാൻ ഒന്ന് രണ്ടോ ഒരു ഈശ്വരുണ്ട്, ഈശ്വര എന്ന് പറയുന്ന ഭയങ്കര രസമായിട്ട് പറയുന്ന അന്യഭാവ ചേട്ടൻ ഇവരൊരു വളരെ ഒരു സീരിയസ് സീൻ കഴിഞ്ഞിട്ട് അനിയമ്പാവ, അതായത് രാജേട്ടൻ പോയിട്ട് ചേട്ടൻബാവനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ പോയിട്ട് കത്തെഴുതാം, വിവരത്തിന് കത്തെഴുതാം പറയുമ്പോൾ പുള്ളി പറയും, അതിന് നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. അല്ല, അത് നിനക്ക് അതിന് എഴുതാൻ അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ചേട്ടന് വായിക്കാനും അറിയില്ലല്ലോ പറഞ്ഞിട്ട് അത് ലൈറ്റർ ആക്കണം. അത് നമ്മൾ നേരത്തെ ഈവൻ തൊമ്മന മക്കളില് നീ പഠിച്ചവനാ, അത് വളരെ സീരിയസ് ആയിട്ടാണ് അത് അത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരു തിയേറ്ററിൽ വല്ലാതെ പഠിപ്പില്ല. അപ്പൊ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാൾ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളത് നിങ്ങൾക്കാ, നീ 3ാം ക്ലാസ് പാസ്സായതാ. വളരെ വളരെ സെന്റിമെന്റ്സ് പറയുന്നത്. അയാള് ജെനുവിനായിട്ടാണ് പറയുന്നത്. അയാള് നോക്കുമ്പോ അയാളെക്കാൾ പഠിച്ചേക്കുന്നത് മക്കളാണ് 3ാം ക്ലാസ് ആണെങ്കിലും. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ചോട്ടാ മുംബൈയിലെ പാമ്പെന്ന് പറയുന്നൊരു കഥാപാത്രം, ആ ഒരു വിസിലടിക്കുന്നുണ്ടല്ലോ, ആ വിസിലടിച്ചിട്ട് വിളിക്കുന്ന പോലെ, അത് രായേട്ടൻ അന്നേരം ഷോട്ടിന്റെ സമയത്ത് പുള്ളി കയ്യിൽ നിന്ന് ഇട്ടതാണ്. അങ്ങനെ ആ വിസിലടിച്ചിട്ട് പറയുന്ന ലൈനിലുള്ള മകളെ വിളിക്കുന്നതും ഇതൊക്കെയാണ്. നല്ല തിരക്കുള്ള സമയത്തും ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേജ് സിനിമ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഏതോ ഒരു പോയിന്റിലുണ്ട് ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം. അവിടെയും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ചെയ്ത സീരിയലും അല്ലേ, പൊന്നമ്മ ചേച്ചിയുടെ അല്ലേ ചെയ്തിട്ടുള്ളത് തന്മനസ്സുള്ളവർക്ക് സമാധാനം സീരിയൽ. ആ സീരിയൽ ആദ്യം തുടങ്ങിയപ്പോൾ മുതൽ എന്നെ കണ്ട ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. എനിക്കും അതിനകത്ത് അഭിനയിക്കുന്നോടി എന്ന് പറഞ്ഞു, എന്നോട് അങ്ങോട്ട് പറഞ്ഞു, എനിക്കും അഭിനയിക്കുന്നോടി ആ സീരിയൽ എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും കാണുന്ന സമയമല്ലേ, അപ്പോൾ അങ്ങനെ വന്ന് അതിനകത്ത് ആ ഏഷ്യാനെറ്റുകാർ വിളിച്ച് അങ്ങനെ പോയി അഭിനയിച്ചാണ് തന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ സ്ത്രീ സീരിയലുണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു രായേട്ടന്. ആ സമയത്ത് ഞാൻ 2 കഥാപാത്രം ചെയ്യുന്നുണ്ടായിരുന്നു ആ സീരിയലിൽ. 7 മണിക്ക് ഇത്തിരി കുശുമ്പും ഡബിൾ പ്ലേ കളിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു 7 മണിക്കത്തെ എൻ്റെ ക്യാരക്ടർ. 9 മണിക്ക് സമയം എന്ന് പറഞ്ഞ സീരിയലിൽ പാവം ഒരമ്മയായിട്ട്, നല്ലൊരമ്മ. അപ്പോൾ എൻ്റെ അടുത്ത് രായേട്ടൻ പറയായിരുന്നു, എടി നിനക്ക് ഈ 2 ക്യാരക്ടർ നിനക്ക് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പറയായിരുന്നു രായേട്ടൻ. രണ്ടും അന്ന് ആർക്കും അറിയില്ല ഞാനിങ്ങനെ ഒരു ഹ്യൂമർ, എനിക്കും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ദൈവം എവിടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, ഞാനൊരിക്കലും ഹ്യൂമർ ചെയ്യുന്നൊന്നും വിചാരിച്ചൊന്നും സിനിമയിൽ വന്ന ആളല്ല. എവിടെയെങ്കിലും ഒരു അമ്മ വേഷമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ രാജേട്ടൻ്റെ ഒക്കെ പറയുന്നത് പോകുന്ന രീതിയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ എന്നെ ദൈവം വേറെ രീതിയിലോട്ട് മാറ്റി. അതിനുള്ള ഒരാളൊക്കെ ഇരിക്കുന്നു ഒക്കെ നല്ല കഥാപാത്രങ്ങൾ തന്ന്, ബെന്നി മേരിക്കുണ്ട് കുഞ്ഞാട്, ഡയറക്ടർ മേരിക്കുണ്ട് കുഞ്ഞാട്, പിന്നെ വാഴുന്നവരൊക്കെ നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളതാണ്. ബെന്നിയൊക്കെ ആയാലും ഷാഫി സാറൊക്കെ ആയാലും. അപ്പോൾ അന്നേരനായിട്ടും പറയായിരുന്നു, ആ രായേട്ടൻ്റെ നാവ് പൊന്നായി. അത് എനിക്ക് ഗുണം ചെയ്തു. അത് അന്നൊന്നും ഇത്ര നമുക്ക് വേറൊരു സിനിമ ചെയ്ത് കാണിക്കുന്ന ഒന്നും എനിക്കതങ്ങ് വന്നില്ല. ചെയ്ത് കാണിച്ചൊക്കെ മിനിസ്ട്രിയിലായിരുന്നു, അതെല്ലാവരും കാണുന്ന സമയമായിരുന്നു. ഇപ്പോൾ ആരും കാണാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിലോട്ടായി ആൾക്കാർ കംപ്ലീറ്റ്. പിന്നെ രായേട്ടനെ സംബന്ധിച്ചെന്ന് പറയാൻ, രായേട്ടൻ ഭയങ്കര കുടുംബസ്നേഹിയായിരുന്നു. എവിടെ പോയാലും ചാന്തമ്മയും മക്കൾ, ഇത് കാര്യം എപ്പോഴും പറയാറുള്ളത്. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ വല്ലപ്പോഴും സങ്കടപ്പെടാറുണ്ട്, രായേട്ടനെ എടി ഞാൻ മരിച്ചു പോയാൽ നീ ചാന്തമ്മേനൊക്കെ വിളിച്ചേക്കണം കേട്ടാ എന്നോട്. ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങ് മരിക്കുമല്ലയോ, എല്ലാവരും അങ്ങ് മരിച്ചങ്ങ് പോകുമല്ലയോ എന്നൊക്കെ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു. പക്ഷെ രായേട്ടൻ അത്രയും ഒരു വയ്യാതിരിക്കാന്നുള്ള അവസ്ഥ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞൊരു പടം സുരേഷ് ഗോപിയുടെ ഒപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ സുരേഷേട്ടൻ വന്ന് എടുത്ത് തൂരക്കളയും. കളയില്ലെന്ന് ഭയങ്കരമായിട്ട് ഒച്ചമ്പളൊക്കെ ഇടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോയി അകത്തിരുന്ന്. അപ്പോൾ ശാന്തേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് വലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണേ, വലിക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നേ, സുരേഷേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് സുരേഷേട്ടൻ വന്നതൊക്കെ എടുത്ത് കളയും. വന്നിട്ട് ഞാൻ ആണ്ടേതേ രായേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് എന്നെ അവിടെ ചീത്ത വിളിക്കും രായേട്ടൻ. അങ്ങനെ എന്നെ പറയാം, എനിക്ക് എന്താ പറയണേ, എനിക്ക് പറയുമ്പോൾ സങ്കടം വരും. രായേട്ടൻ ഒന്നും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എവിടെയോ ഷൂട്ടിംഗ് സ്ഥലത്ത് എവിടെയോ ഉണ്ട് രായേട്ടൻ.